ലത ശ്രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കൂർഗിൽ ഒരു 2 ദിവസം ടൂർ പോയതിൻ്റെ വിശേഷമാണ് ഇടുന്നത്. എറണാകുളത്തെ യാത്രി ട്രാവൽസിൻ്റെ കൂടെയാണ് പോയത്. കോഴിക്കോട് നിന്ന് വന്ദേ ഭാരതിൽ കയറി ഉച്ചയ്ക്ക് 12 മണിക്ക് കണ്ണൂരെത്തി. അവിടുന്ന് ഞങ്ങൾക്ക് ഒരു വണ്ടി ടെമ്പോ ട്രാവലർ വന്നു. അങ്ങനെ ഞങ്ങൾ 14 പേരായിരുന്നു. പോണ വഴിക്ക് വണ്ടി ചെറുതായിട്ടൊന്ന് ടയർ പഞ്ചറായി. ഞങ്ങൾ അവിടെ ഇറങ്ങി. പിന്നീട് ഞങ്ങൾ അവിടെ നിന്നും പോയത് ഹാരംഗി ഡാം കാണാനാണ്. അന്ന് വൈകുന്നേരം അത് കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ ഫൗണ്ടൻ, മ്യൂസിക്കൽ ഫൗണ്ടൻ, അതായത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഒക്കെ ഉള്ളൊരു ഷോ ഉണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ ഷോ ആയിരുന്നു. അത് കാണാൻ പോയി. ഞങ്ങൾ ടൂർ മാനേജർ അടക്കം 14 പേരിൽ 7 പേരും ഡോക്ടർമാരായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോയി. ഇതെൻ്റെ കൂടെ റൂം ഷെയർ ചെയ്ത പ്രസന്ന. പിന്നീട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം തലക്കാവേരി ടെമ്പിളാണ് കാണാൻ പോയത്. ഇത് കൊടകിൽ തന്നെ ബ്രഹ്മഗിരി ഹിൽ ആണ് ഉള്ളത്. ഒരുപാട് സ്റ്റെപ്സ് എവിടെയും കയറാനുണ്ട്. 450 സ്റ്റെപ്സൊക്കെ കയറിയിട്ട് വേണം മുകളിലെത്തണമെങ്കിൽ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെയാണ് കാവേരി ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അവിടെ പൂജയൊക്കെ നടക്കുന്ന സ്ഥലമാണ്. കുറേ പേര് അതിൽ വെള്ളത്തിൽ മുങ്ങുന്നുണ്ട്. പിന്നെ ഇതാണ് കാവേരിയിൽ നിന്ന് പുറത്തേക്ക് ആ വെള്ളം ഒഴുകുന്നത് കാണിക്കുന്നത്. പിന്നെ അതാ കണ്ടില്ലേ, ഓരോരുത്തരും ആ വെള്ളത്തിൽ കുളിക്കുക, അതിൽ മുങ്ങിക്കൊണ്ട് നടക്കുക. പിന്നെ അതാ പൂജാരി കാവേരി ജലം എടുത്ത് തലയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പൂജാകർമ്മങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇത് ജ്യോതി. ഇത് പിന്നീട് പോയത് ത്രിവേണി സംഗമം കാണാനാണ്. ഇത് ഞങ്ങളുടെ ഗൈഡ്. പിന്നെ അവിടുന്ന് ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇത് കാവേരി കണ്ണിക്ക. പിന്നീട് അവിടെ അടുത്തൊരു ടെമ്പിൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കാണാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ മൊണാസ്ട്രിയിലേക്കാണ് പോയത്. മൊണാസ്ട്രിയിൽ പോയി ഇതുപോലെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇത് ഗോൾഡൻ ടെമ്പിൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് ഡോക്ടർ വിനീത ജ്യോതി പ്രസന്ന. ഇത് തൃശ്ശൂർ കേച്ചേരിയിൽ നിന്നുള്ള മിസ്റ്റർ ജോസും ജയ ജോസും. അവരായിരുന്നു ഈ യാത്രയെ വളരെ അധികം തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ എൻജോയ് ചെയ്തത്. ഇതാ ഇവർ രണ്ടുപേരുമാണ്. പിന്നെ അന്ന് ഹോട്ടലിലേക്ക് തിരിച്ചു പോയി. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ശ്രാവണ ബെൽഗോളയിലേക്കാണ് പോയത്. അവിടെ അതായത് ഗോമതേശ്വര ടെമ്പിള് അല്ലെങ്കിൽ ബാഹുബലി സ്റ്റാച്യു ഒക്കെയാണ് അവിടെ ഉള്ളത്. അവിടെ വേണ്ടി കാണാൻ പോയി. അത് ഏകദേശം ഒരു 700ഓളം സ്റ്റെപ്പ് നമുക്ക് കയറിയിട്ട് വേണം ഏറ്റവും ടോപ്പിലെത്താൻ. അവിടെ ഒരുപാട് പൂജാകർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തോ കല്യാണം തന്നെ അവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് പൂജകളും അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പോയ സമയത്ത്. ഈ സ്റ്റെപ്പുകളൊക്കെ
ഇത്രയും 700ഓളം സ്റ്റെപ്പ് പോകണില്ല. ഇതൊക്കെ കയറിയിട്ടാണ് ഞങ്ങൾ മുകളിലെത്തിയത്. പിന്നീട് ലഞ്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹലേബേഡു ഹോയ്സലേശ്വര ടെമ്പിളിലേക്കാണ് പോയത്. അവിടെ ഒരു ഗൈഡ് ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്നു. അവിടെ 20,000-ത്തിലധികം കൊത്തുപണികളാണുള്ളത്. പിന്നെ രാമായണം, മഹാഭാരതം, ദശാവതാരം, ഭക്തപ്രഹ്ലാദ കഥ ഇതൊക്കെയാണ് അവിടെ കൊത്തിവെച്ചിട്ടുള്ളത്. കൂടാതെ അവിടെ ജിയോമെട്രിക് പില്ലേഴ്സ്, കുറേ സ്റ്റാച്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഒരു ശിവ ടെമ്പിളാണ്. പിന്നെ അവിടെ നന്ദിയുടെ പ്രതിമ, വളരെ നല്ല ഭംഗിയിലുള്ള ഒരു വലിയ പ്രതിമ തന്നെയായിരുന്നു നന്ദിയുടെ ഉണ്ടായിരുന്നത്. പിന്നീട് ഞങ്ങൾ കേദാരേശ്വര ടെമ്പിൾ പറയും, അതിൻ്റെ അടുത്ത് തന്നെ അവിടെ പോയി. അവിടെ ഇതുപോലെ തന്നെ കുറേ ഇതൊക്കെ കണ്ടു. പിന്നീട് ഞങ്ങൾ പോയത് വേലൂരിലേക്കാണ്. ചെന്നക്കേശ്വര ടെമ്പിൾ എന്ന് പറയും, അവിടെ കാണാൻ വേണ്ടിയിട്ട് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അതിന് തൊട്ടടുത്തുള്ള ഒരു നിസർഗധാമ ബേർഡ് പാർക്ക് ഉണ്ട്, അവിടെ പോയി. അവിടെ നിന്ന് നേരെ കണ്ണൂരേക്ക് വന്നു. കണ്ണൂരിൽ നിന്ന് വന്ദേ ഭാരതിന് തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇനി ആ ബേർഡ് പാർക്കിൻ്റെ വീഡിയോ ഞാൻ വേറെ തന്നെ ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.